ഇവിടെ പോപ്പുലർ ഫ്രണ്ടിന് PFI നിരോധിത സംഘടന, സംഘപരിവാർ നിരോധിത സംഘടനയല്ല. രണ്ടും രണ്ടാണ്. അത് കൂട്ടിക്കുഴച്ച് എഴുതി മറ്റുള്ളവരെ ഭ്രമിപ്പിക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇവിടെ ഈ അഭിപ്രായം എഴുതുന്ന ആൾക്കാരോട് പറയാനുള്ളൂ. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച ഉഗ്രവാദ ആതങ്കവാദ സംഘടനയാണ്. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവര്. ആ ഒരു സംഘടനയെ പറ്റി സിറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡാംഗവും ഭാരത കത്തോലിക്ക സഭയുടെ അധ്യക്ഷനുമായ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞപ്പോൾ ഈ അൽമായ മുന്നേറ്റത്തിലെ നേതാക്കന്മാർക്ക് ചൊറിഞ്ഞത് എന്തിനാണ്? അവർക്ക് എന്തുകൊണ്ടാണ് വേദന വരുന്നത്? അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അതിന്റെ ഭയപ്പാട് വരുന്നത്? അതിനെതിരെ അന്വേഷണം വേണ്ടത്. അത് അന്വേഷിക്കേണ്ട കേന്ദ്ര ഏജൻസി തന്നെയാ. ഈ പറയുന്ന PFI പോലും ഇതുവരെയും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം അവരത് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാര്യം അവർ നേരിട്ട് ഒരു കൊച്ചു കുഞ്ഞിന്റെ വായിൽ കൂടി ഒരു മുദ്രാവാക്യം മുഴക്കി ഇതൊക്കെ കേരള ജനത മറന്നിട്ടില്ല. അവലും മലരും കുന്തിരിക്കവും കരുതിയിരുന്നു ഞങ്ങൾ വരുന്നേന്നാ വിളിച്ചു പറഞ്ഞത് PFI. അപ്പം അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർ നേരത്തെ വിളിച്ചു പറഞ്ഞു. അപ്പം മത തീവ്രവാദ വളർത്തുന്ന ഇവര് മുസ്ലിം സംഘടന എന്ന് പറയാൻ മുസ്ലിം സംഘടന പോലും തയ്യാറല്ല. അപ്പൊ ഇവിടെ മതഭ്രാന്ത് വളർത്തുവല്ല ചെയ്ത്, അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുവാന് ഒരു കാരണവശാലും മാർ ആൻഡ്രൂസ് താഴത്ത് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. മതസ്പർദ്ധ വളർത്തുന്ന എവിടെയാണ്? 2 അല്ലെ 3 മതങ്ങൾ തമ്മിൽ സ്നേഹമായിട്ട് വർത്തിക്കുമ്പോൾ അവർ തമ്മിൽ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ്. ഇതൊരു ആതങ്കവാദി സംഘടനയ്ക്കെതിരെ, രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാജ്യവിരുദ്ധ ഉഗ്രവാദി സംഘടനയ്ക്കെതിരെ ഒരു മത അധ്യക്ഷൻ തുറന്നു പറയുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തിനെ കരിവാരി തേക്കുവാനും കാലുവാരി അടിക്കുവാനും കത്തോലിക്ക സഭയിലെ കുറച്ച് വിമത ക്രൈസ്തവ വിരുദ്ധ നേതാക്കന്മാർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് PFIയുമായി ബന്ധമുണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം. അവർ തെളിയിക്കണം. അതല്ല ഇല്ലെന്നുണ്ടെന്ന് അവർ തെളിയിക്കണം. കാര്യം PFI പോലും വെള്ള പൂശാത്തപ്പോഴ് PFIയെ വെള്ള പൂശുവാൻ വേണ്ടിയിട്ട് ഈ 2 നേതാക്കന്മാർ ഇന്ന് അൽമായ മുന്നേറ്റത്തിന്റെ 2 നേതാക്കന്മാർ ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലുള്ള ഗൂഢാലോചന സർക്കാർ അന്വേഷിക്കണം. അല്ലാതെ മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞിവിടെ ഒരു വർഗീയ ധ്രുവീകരണം നടത്തുകയോ അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാക്കിയോ മതസ്പർദ്ധ ഉണ്ടാക്കിയോ ചെയ്തിട്ടില്ല. ഒരു ഉഗ്രവാദി സംഘടനയ്ക്കെതിരെ, സർക്കാർ നിരോധിച്ച ഒരു സംഘടനയ്ക്കെതിരെയാണ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസാരിച്ചേക്കുന്നത്. അതെങ്ങനെ രാജ്യവിരുദ്ധമാകുന്നത്? അതെങ്ങനെ മതസ്പർദ്ധയാകുന്നത്? മുസ്ലിം സംഘടനകൾ പോലും PFIയെ തള്ളിപ്പറഞ്ഞതാ. അപ്പൊ അവരെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന ക്രൈസ്തവ നാമധേയമുള്ള സിറോ മലബാർ സഭയുടെ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഈ സംഘടനയിലെ ആൾക്കാർ ഇപ്പൊ അവര് എറണാകുളം അതിരൂപതയുടെ പാസ്റ്റർ കൗൺസിൽ അംഗങ്ങൾ ചിലര് ഇവരൊക്കെ രാജ്യം നിരോധിച്ചൊരു സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വെള്ളപൂശാൻ ഇറങ്ങുമ്പോൾ അത് കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിക്കേണ്ടത്. രാജ്യവിരുദ്ധ പ്രസ്താവന അവർ നടത്തിയിരിക്കുന്നത് സഭയ്ക്കെതിരെ മാത്രമല്ല രാജ്യത്തിനെതിരെയും കൂടിയാ. അപ്പൊ അതിനെതിരെ അന്വേഷിക്കാതെ വളച്ചൊടിക്കുന്ന പരിപാടിയില്ല. അതിപ്പം പല സംഘടനകളും അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ അത് കാസ ആണെങ്കിലും ക്രോസ് ആണെങ്കിലും അങ്ങനെ പല സംഘടനകളും ക്രൈസ്തവരെന്ന് പറയുന്നവർ പോലും മാർ ആൻഡ്രൂസ് താഴത്തിനെ പരോക്ഷമായി വിമർശിക്കാൻ ശ്രമിക്കുക തെറ്റാണത്. അതല്ല ശരി. വിശ്വാസികൾ വെറുതെ ഇരിക്കത്തില്ല. നമ്മൾ സത്യവിശ്വാസത്തിന് കൂടുതലാണ്, വിശ്വാസത്തിന് കൂടുതലാണ്, അല്ലാതെ രാജ്യത്തിന്റെ കൂട്ടത്തിലാണ്. രാജ്യരക്ഷയ്ക്കും ഞങ്ങളുടെ വിശ്വാസത്തിനും കൂടുതലാണ് ഞങ്ങൾ വിശ്വാസികൾ, അല്ലാതെ ഒരു സംഘടനയുടെ കൂട്ടത്തിലല്ല. അപ്പൊ സത്യത്തിനൊപ്പം നിൽക്കുക. ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ് എന്താ തെറ്റാണ് തെളിയിക്ക്. നിങ്ങൾ തെളിയിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്വം. മാർ ആൻഡ്രൂസ് താഴത്ത് അത്ര ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. ആ തെറ്റാണ് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആരോപിതരായിട്ടുള്ള നിങ്ങളുടെ മുകളിലാണ്. നിങ്ങൾ തെളിയിക്കല്ലെന്നുള്ളത്. നിങ്ങളുടെ സാമ്പത്തിക തിരിമറികള് ഇതിലെ ചില നേതാക്കന്മാർക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായിരുന്നു, അല്ലെ കടമുണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെ വീടിയത്? ഈ പൈസ എവിടുന്ന് വന്നു? ഇതിന്റെ സോഴ്സ് എന്താണ്? അന്വേഷിക്കണം. കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. അപ്പോൾ മാത്രമേ PFI സിറോ മലബാർ സഭയുടെ പരിശുദ്ധ ബലിയർപ്പണ കാര്യത്തിലും സഭയെ തകർക്കുവാനും മതസ്പർദ്ധ വളർത്തുവാനും PFI പോലുള്ള ഒരു ഉഗ്രവാദി സംഘടന ശ്രമിച്ചോ എന്നുള്ളത് തെളിയിക്കപ്പെടാനൊക്കത്തുള്ളൂ. ഈ സംഘടനയെ കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ച സംഘടനയാ. ആ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ കുഴലൂത്ത് നടത്തുന്നത്. അതിനെതിരെ പ്രതികരിക്കാൻ സിനഡിലെ ഏതെങ്കിലും മെത്രാൻ ഇതുവരെയും തയ്യാറായിട്ടുണ്ടോ? ഉണ്ടല്ലോ 10-12 പേര്. സിനഡ് തയ്യാറായിട്ടുണ്ടോ? സിനഡിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞൊരു പാമ്പളാനി പഴം വിഴുങ്ങി ഇരിപ്പുണ്ടല്ലോ, പുള്ളി തയ്യാറായിട്ടുണ്ടോ? സിറോ മലബാർ സഭയുടെ മേലധ്യക്ഷൻ പറഞ്ഞൊരു കോത്താഴത്തെ മെത്രാൻ ഇരിപ്പുണ്ടല്ലോ, അയാളുടെ പേരെന്നാ? മാർ തട്ടിലോ? അയാൾ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് സഭ വേണ്ടേ? നിങ്ങൾക്ക് ഉഗ്രവാദികളുടെ പുറകിലാണോ നിങ്ങൾ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? നിങ്ങൾ മറുപടി പറയണം അത് വിശ്വാസികളോട്.
അതാണ് ഞങ്ങൾ വിശ്വാസികൾ ആവശ്യപ്പെടുന്നത്. സത്യത്തിനൊപ്പം നിൽക്കണം, രാജ്യത്തിനൊപ്പം നിൽക്കണം, രാജ്യവിരുദ്ധ പരിപാടിക്കല്ല നിൽക്കേണ്ടത്. ആദ്യം രാജ്യം, അത് കഴിഞ്ഞേ മറ്റെന്തേ ഉള്ളൂ. രാജ്യം ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ നിൽക്കാനൊക്കത്തുള്ളൂ. ഈ മതപ്രതിയും അല്ലെങ്കിൽ മതഭ്രാന്തവും ഒക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാൻ സ്ഥലം വേണ്ടേ? അതാ നമ്മുടെ സ്വന്തം രാജ്യം. അപ്പൊ രാജ്യത്തിനെതിരെ പുറപ്പുറപ്പാട് പൂർന്ന രാജ്യദ്രോഹികളായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടെത്തിക്കുവാൻ സഭ ആദ്യം മുന്നോട്ട് വരണം. അതിന് സഭ തയ്യാറാണോ എന്ന് സഭ പറയുക.